താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഇട്ട ആളെ ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയത് എന്ന് ചോദിച്ചാൽ ഇവൻ കാരണമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരിക്കുന്നത് കോരങ്ങാട് സ്കൂളാണ്. അപ്പോൾ കോരങ്ങാട് സ്കൂൾ എന്ന് വെച്ചാൽ വലിയ ഒരു സ്കൂളാണ്. കാരണം 5ാം ക്ലാസ് മുതൽ +2 വരെയാണ് കോരങ്ങാട് സ്കൂളുള്ളത്. അപ്പോൾ വലിയൊരു കോമ്പൗണ്ടിനുള്ളിലാണ് ഈ സ്കൂൾ വരുന്നത്. കോമ്പൗണ്ട് അന്ന് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഇന്ന് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഉണ്ടാക്കി. അപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ബിൽഡിങ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല 5ാം ക്ലാസ് മുതൽ +2 വരെയാണ് അവിടെ ക്ലാസ് ഉള്ളത്. ഞാൻ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോരങ്ങാട് സ്കൂളിലാണ് പോയത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവന് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് IT ക്ലാസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ കുറച്ച് ദൂരം പോകണം. അപ്പോൾ കുറച്ച് ദൂരം പോയിട്ടാണ് IT ക്ലാസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ IT ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വരുന്ന ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് മഴ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരി ഞങ്ങൾ അപ്പോൾ ഒരു കസിനുണ്ട് അഭിനയെന്ന് പറഞ്ഞിട്ട് അവിടെ +1 പഠിക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു വരാന്തയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും. അപ്പം ഞാൻ ഇവരെ കണ്ടിട്ട് ഞങ്ങളുടെ ബുക്ക് വൈകുന്നേരം മേടിക്കുക, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഓടിപ്പോവാമല്ലോ, ബുക്ക് നനയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ ഞാൻ ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അബുവിന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് പുസ്തകം തരുന്നത് ഈ പുള്ളിയാണ്. അപ്പോൾ പുസ്തകം തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ഈ സാധനം അതിൻ്റെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് നോക്കിയപ്പോൾ ലാസ്റ്റ് പേജിൽ ഷെബീബത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ തന്നെ ഷെബീബത്ത് എന്നുള്ളതുകൊണ്ട് ഞാൻ പേര് ഷെബീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെബീബ എന്ന് പറയുന്നത് തേക്കുന്തോട്ടം പള്ളിയിലെ ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഇത്ര ക്ലിയറായിട്ട് പറയാനും കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്റെ സംശയം, വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു കുട്ടിക്കുള്ള ലെറ്റർ എന്തിനാണ് ഇവളുടെ ബുക്കിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ക്രഷ് ഉണ്ടെങ്കിലല്ലേ, എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ അവരുടെ ബുക്കിൽ കൊണ്ടുവന്നിട്ട് ലെറ്റർ കൊടുക്കുള്ളൂ. ഷഹീദയ്ക്കോ ഉള്ള ലെറ്റർ ഇവക്കടെ പേരെന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ ഇവക്കടെ ബുക്കിൽ വെക്കേണ്ട കാര്യം എന്തുവാ? അപ്പൊ ഇവള് ആരെയാണ് ഈ നുണക്കഥകളൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് രാത്രിയാണ് എൻ്റെ അമ്മയുടെ ആങ്ങളെ വീട്ടിൽ താമസിക്കാൻ. അപ്പൊ ഇവര് താമസിക്കാൻ വന്നപ്പോൾ ഇവര് എൻ്റെ ബുക്കൊക്കെ പുറത്ത് കണ്ടപ്പോൾ ഇവര് വെറുതെ ഒന്ന് മറച്ചു നോക്കിയ സമയത്ത് ഈ ഇതിന്റെ പകർപ്പ് ഒപ്പിച്ചു ഇവര് വായിച്ചു. കബീറിന് ഒരുത്തൻ ഷെഫീബക്ക എഴുതിയത്. ഉമ്മാടെ ആങ്ങളെയും ഭാര്യയുമാണ് ഇത് പിടിച്ചത്. ബുക്ക് മറച്ചു നോക്കിയപ്പം അവക്കടെ ബുക്കിൽ ലെറ്റർ എടുക്കുമ്പം സ്വാഭാവികമായിട്ടും അത് ആർക്ക് എഴുതിയതാണ്? ഇവർക്ക് എഴുതിയതായിരിക്കും. അല്ലാതെ കൂട്ടുകാരിക്ക് എന്തായാലും ഇവക്കടെ ബുക്കിൻ്റെ ഇടയിൽ വെക്കൂല. കബീറിനെ വിളിച്ചു. കബീർ ഷെഫീബക്കും എഴുതിയിട്ടില്ല, ഈ ബുക്കിൻ്റെ ഉടമസ്ഥക്കും എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു കത്തേ കബീർ എഴുതിയിട്ടില്ല. അപ്പൊ ഈ ചെക്കൻ്റെ ഈ കത്തും പറഞ്ഞിട്ട് ഇപ്പം വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അവന് കുടുംബം ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. അപ്പൊ ഈ ചെക്കൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇവനെ കുറിച്ചിട്ട് പൊല്ലാത്തതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ ഇവനൊരു കുടുംബം ഉണ്ടാവില്ലേ? നാളെ അത് തകർന്നു പോവില്ലേ? അത് ഈ സ്ത്രീ ചിന്തിക്കുന്നുണ്ടോ? അത് ഈ സ്ത്രീ ചിന്തിക്കുന്നില്ല. ഇവർക്ക് ഒരു ഇല്ലാത്ത ലവ് ലെറ്ററിന്റെ പേരും പറഞ്ഞിട്ട് ഇവനെ താറടിക്കണം, ഇവനെ താറടിച്ച് കാണിക്കണം. ലാസ്റ്റ് ഇത് കോംപ്രമൈസ് ആവുമ്പോൾ എന്ത് ചെയ്യും? ഹണി ട്രാപ്പ് ആക്കും. മനസ്സിലായില്ലേ? പണം എന്തായാലും ഒരു വെടിയുമ്പൊക്കെയുള്ള കഥയാണെങ്കിലും ബാക്കി കേൾക്കാം. കബീർ അറിഞ്ഞിട്ടില്ല, ഷെഫീബ അറിഞ്ഞിട്ടില്ല, ഇവള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത്
അപ്പോൾ അതൊക്കെ കിട്ടും സ്വാഭാവികമായിട്ട്. ആ പ്രായത്തിലൊക്കെ പ്രേമിക്കാൻ പോയി കഴിഞ്ഞാൽ പട്ടമടലിന് നല്ല പുതുക്കോന്ന് കിട്ടും. എങ്ങോട്ടും ഇല്ലാത്ത റെക്കോർഡും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാവുന്നതിനപ്പുറം അനുഭവിക്കുന്നത് അയ്യോ എന്നിട്ട് ഇതിന് മതിയാവാനിട്ടാണ് എൻ്റെ വീഡിയോസിൻ്റെ താഴേക്ക് ഒന്ന് കമൻറ്റ് ഇടുന്നത്. ഏതായാലും ഒലക്കം കൊണ്ട് ഒരെണ്ണോട്ട് ഉമ്മ കൊണ്ടുവന്നില്ല. ഏതായാലും ദൈവം സഹായിച്ചിട്ട് അവന് നല്ലൊരു ലൈഫല്ല കിട്ടിയതിനാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എല്ലാ അവസ്ഥകളും കണ്ട അവനെ പറ്റി പറഞ്ഞുണ്ടാക്കണണ്ട ഓൻ്റെ ഭാര്യ ഇത് കാണുന്നുണ്ട്. നിന്റെ കഷ്ടകാല സമയത്ത് അപ്പ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ഭാര്യ കാണണം, കുടുംബക്കാര് കാണണം, അത് അങ്ങനെ ഈ പറയുന്ന പയ്യൻ നാണം കെടണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ പുള്ളിക്കാരി പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തോടു കൂടി പുള്ളിക്കാരിയുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. എനിക്ക് ചിരിക്കാൻ വയ്യ ഗൈസ്. ഈ വിഷയം ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ ശരിയാവാതിരിക്കാം. എന്തായാലും കബീർ കത്തെഴുതിയിട്ടില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിനെ തുടർന്നിട്ടാണെന്ന് തോന്നുന്നു ഇവര് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടപ്പാടിട്ട് എങ്ങോട്ടും ഇല്ലാത്ത റെക്കോർഡും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാവുന്നതിനപ്പുറം ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അപ്പം എൻ്റെ അങ്ങനെ ഒരു പ്രശ്നം വീട്ടിലുണ്ടായി. ആരോ ഇവക്ക് കത്ത് കൊടുത്തു. അത് കബീറിന്റെ തലയിലാക്കി. കബീറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ കബീർ അങ്ങനെ എഴുതിയിട്ടില്ല, ഇവൾക്കും എഴുതിയിട്ടില്ല, മറ്റേ പെണ്ണിനും എഴുതിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ബാപ്പ പുസ്തകമൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. നല്ല കവളമ്മടൽ എടുത്തിട്ട് നല്ല കീറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു? വാശി കൊണ്ടാണെങ്കിലും പെൺകുട്ടികൾ ചിലപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതൊക്കെ വളരെ ചുരുക്കമാണ്. സ്കൂളിൽ പോവാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് രാത്രി ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവളെ ഒരാള് പരിചയമുള്ള ഒരാൾക്കിടെ മോളല്ലേ, അറിയാവുന്നതല്ലേ, ഈ റോട്ടിൽ ഇങ്ങനെ നടക്കുന്ന എന്തിനാന്നും പറഞ്ഞ് അയാൾ ഒരു അഭയം കൊടുത്തത് കൊണ്ട് പിറ്റേ ദിവസം അയാൾക്കെതിരെ പോക്സോ കേസായി, കോടതിയായി, അയാളുടെ മാനം പോയി, കുടുംബം പോയി, എല്ലാം പോയി. തന്തയും മോളും പൈസ ചോദിച്ച് അയാൾ പൈസ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പൈസ കൊടുത്ത് ഇപ്പം അയാൾ അനുഭവിക്കുകയെന്നാണ് കേട്ടത്. അത്രത്തോളം വൃത്തികെട്ട ഒരു ജന്മാണ് ഈ തന്തയും ഈ മോളും എന്ന് പറയുന്നത്. കണിട്രാപ്പ് മോളെ പഠിപ്പിച്ചത് തന്തയാണെന്നൊക്കെയാണ് ഇപ്പം നാട്ടുകാർ പറയുന്നത്. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. സാധാരണ നമ്മൾ പീഡിപ്പിക്കാനുള്ളൊക്കെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുപോകും. അവിടെ അയാളുടെ ഉമ്മ ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാളുടെ വീട്ടിലുണ്ടാവും, വാപ്പ ഉണ്ടാവും. അപ്പൊ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണോ പീഡിപ്പിക്കുന്നത്? എന്നിട്ട് ഇവര് കാശിന് വേണ്ടി മൊഴി മാറ്റി പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ ഗുരുവായൂര് കണ്ണനവരക്കാരി ബസ് സ്റ്റാൻഡ് ഈ വെടിവഴിപാടിന്റെ പഠിപ്പ് നിന്നു പോയത്. 9ാം ക്ലാസ്സിൽ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നെ പഠിക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ പറ്റും? എന്തെങ്കിലുമൊക്കെ ചെയ്തതിന്റെ ഒരു ഫലം ഇവക്കും ഇവളുടെ തന്തയ്ക്കും കിട്ടാണ്ടിരിക്കുമോ? ഇപ്പൊ ഇവളുടെ കൂടെയുള്ള ഇവളുടെ കളിക്കുട്ടൻ തെറി നിർത്തിയിട്ട് ഇപ്പൊ എന്നെ പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തോരം ഭരിക്കുന്നു നോക്കാം. ഒരു നിരപരാധിയായിട്ടുള്ള മനുഷ്യനെ ഹണി ട്രാപ്പിൽ പെടുത്തി, കേസിൽ പെടുത്തി, അന്തസ്സും അഭിമാനവും എല്ലാം കളഞ്ഞ് കുടുംബം തകർത്തു വാരി. കേസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ പെടുത്താണ്ടിരിക്കുക, നമ്മൾ പണം കൊടുത്തിട്ട് തീർക്കാൻ നോക്കുക. അത് സ്വാഭാവികമാണ്. അങ്ങനെ അയാൾ ശ്രമിച്ചു. അയാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് കേസ് കോംപ്രമൈസ് ആക്കി. അങ്ങനെ ഇവരും ഇവരുടെ തന്തയും കൂടി മൊഴി മാറ്റിയിട്ടാണ് ആ കേസ് കോടതി എടുത്ത് വലിച്ചെറിഞ്ഞത്. മനസ്സിലായില്ലേ? അത് ഇവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരുടെ പഠിപ്പ് നിൽക്കാനുള്ള കാരണം ഇതാണ്. ഈ കേസും കൂട്ടവും വന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ കബീറൊന്നല്ല. കബീർ താമരശ്ശേരിക്കാരനാണ്. അപ്പൊ താമരശ്ശേരിക്കാരനായ കബീറിന്റെ ഇവളുടെയും വീട് ഒരു പഞ്ചായത്തിലാണോ ഒരു വാർഡിലാണോ എന്നറിയില്ല, എന്തായാലും അടുത്തടുത്താണ്. അപ്പൊ ഇതിന്റെ ബാക്കിയോട് കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എന്റെ ലൈഫ് മാറ്റി മറിച്ച് എന്റെ വിദ്യാഭ്യാസം മുട്ടിച്ച ഒരു ചെറിയ അറിവ്. എന്നിട്ടും ഇതിന് മതിയാവാനിട്ടാണ് എന്റെ വീഡിയോസിന്റെ താഴേക്ക് ഒന്ന് കമന്റ് ഇടുന്നത്. ഒലക്കാണ് കമന്റ് ഇട്ടത്. ഏതായാലും ഒലക്കം കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരെണ്ണം കൊണ്ട് ഉമ്മ കൊണ്ടുവന്ന് വിചാരിക്കാം.
ഏതായാലും ദൈവം സഹായിച്ചിട്ട് അവന് നല്ലൊരു ലൈഫ് അല്ല കിട്ടിയതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞോളാം. അപ്പൊ അവന്റെ ലൈഫ് തകരണം. അവന്റെ ഭാര്യയുടെ ഭാഗത്തെ നിന്റെ കഷ്ടകാല സമയത്ത് ഈ മോനെ കല്യാണം കഴിച്ചത്. ഇവനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഇവനെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു പിന്നെ എന്നെ ഡിവോഴ്സാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ചോദിച്ചു. അപ്പം വല്ലാത്ത താല്പര്യം. ഞാൻ വന്ന് താമരശ്ശേരി വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. താമരശ്ശേരി വന്നു കാരണം കൊടുത്തു. അതിൻ്റെ 3ാമത്തെ വയസ്സാണ് എൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ വന്നത് പണ്ടെങ്ങാനും ഇവളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ചിലപ്പോൾ ഇവളുടെ ബുക്കിൽ ഒരു കത്ത് വെച്ച് കാണും. മനസ്സിലായില്ലേ? അത് ചോദിച്ചപ്പം അല്ലാന്ന് പറഞ്ഞു കാണും. അത് സ്വാഭാവികം. ഇവള് പറയുന്നത് പച്ച നുണയാണ്. കാരണം വേറൊരു ഷെഫീഫ എന്ന് പറഞ്ഞ ഷെബീബിയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു പെൺകുട്ടിക്കാണ് ഈ കത്തെഴുതി ഇവളുടെ ബുക്കിൽ വെച്ചെന്ന് പറയുന്നത് പച്ച നുണയല്ലേ? നിങ്ങളെല്ലാവരും അരിഭക്ഷണം കഴിക്കുന്നവരല്ലേ? നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവൂലേ? ഇവള് കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും കയറൂരി വിട്ട് ഈ താളം തുള്ളി നടക്കുന്ന ഈ പുന്നാര മോൻ സലീം ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവള് 5 വർഷം മുമ്പ് ഞാൻ ഡിവോഴ്സായി എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ട് ഇവനെ വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവനെ വിളിച്ചിട്ട് ഇവനെ കാറിൽ കയറ്റി കൊണ്ടുപോയി താമരശ്ശേരി വരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് എന്തുണ്ടായെന്ന് അവർക്ക് അറിയുള്ളൂ. കരണത്തടിച്ചെന്നാണ് ഇവള് പറയണത്. ഇനി എന്തുണ്ടായെന്ന് ഇവൻ വന്ന് പറയണം. മനസ്സിലായില്ലേ? അന്ന് ഇവൻ ഇവളുടെ വീട്ടിൽ കയറി ചെന്ന് അപ്പൊ ഈ പെണ്ണൊരുത്തി എത്ര ഇതായിട്ട് വേണം ഭർത്താവ് ഡിവോഴ്സായി എന്നും പറഞ്ഞ് ഈ ഒരു ആണൊരുത്തനെ വിളിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കേൾക്കാൻ നല്ല രസമുള്ള കഥകളാണ്. അപ്പൊ ഇവന് ഇതിനു മുമ്പേ ഞാൻ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഫോട്ടോ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവനായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവന്റെ ഫോട്ടോ കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര നാളും ഇവന്റെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഫോട്ടോ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ ചെയ്തു. കാരണം അവന്റെ കുടുംബം തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യമുള്ളൂ. മനസ്സിലായില്ലേ? എന്തൊക്കെയായാലും കൂടുതൽ പഠിക്കാണ്ടിരുന്നത് നന്നായി. 9ാം ക്ലാസ് വരെ എത്തിയപ്പോഴത്തേക്കും ഇത്തരം കാഞ്ഞ ബുദ്ധികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്രത്തോളം ഏത് രീതിയിലൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് പണം ഉണ്ടാക്കാമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ എന്ന് ഞാൻ പറയൂല, ഒരു വൃത്തികെട്ട ജന്മമാണ്. +2 ഒക്കെ എത്തി അതിന് മേളിലേക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇവള് ആണവായുധം വരെ ഇന്ത്യയിലിട്ട് പൊട്ടിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ബാക്കി നിങ്ങൾ തന്നെ പറ.